ഒരു വ്യക്തി നമ്മളിലേക്ക് കടന്നു വരികയാണ്. പക്ഷെ നമ്മൾ ആ ഫ്രണ്ട്ഷിപ്പ് വേണ്ടാവെന്ന് വയ്ക്കാൻ പല പ്രാവശ്യം ശ്രമിച്ചെങ്കിലും ആ വ്യക്തി വീണ്ടും വീണ്ടും നമ്മളിലേക്ക് അറ്റാച്ച് ആവുകയാണ്. അതായത് ആവശ്യമില്ലാതെ നമ്മുടെ കാര്യങ്ങൾ ഇന്റർഫിയർ ചെയ്യുക, നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കുക, നമുക്ക് നല്ല കെയർ തരിക, പ്രൊട്ടക്ഷൻ തരിക, നമ്മുടെ കൂടെ സദാസമയം ചിലവഴിക്കാനായിട്ട് അയാൾ ഇഷ്ടപ്പെടുക. പക്ഷെ നമ്മൾക്കതിൻ്റെ താല്പര്യമില്ല, നമ്മൾക്കത് വേണ്ട എന്ന് വെച്ചാലും ആ വ്യക്തി നമ്മളിൽ നിന്നും പോകാനായിട്ട് തയ്യാറല്ല. അവർ വീണ്ടും വീണ്ടും നമ്മളിലേക്ക് അറ്റാച്ച്ഡ് ആകുന്ന ഒരു അവസ്ഥ. അപ്പോൾ നമ്മളും അവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് വയ്ക്കും. പക്ഷെ അതല്ലാതെ വേറെ മാർഗമില്ല എന്ന് വരുമ്പോൾ നമ്മൾ അവരോട് സാധാ ഫ്രണ്ട്ഷിപ്പ് എന്ന നിലയിൽ കുറച്ചുകൂടെ അറ്റാച്ച്മെന്റ് കാട്ടും. കാരണം അവർ നമ്മളെ അതുപോലെയാണല്ലോ കെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളും അതുപോലെ അറ്റാച്ച്മെന്റ് കാട്ടും. പക്ഷെ പോകെ പോകെ നമ്മൾക്ക് മനസ്സിലാകും ആ വ്യക്തി നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങും. നമ്മൾ ആ ഹെൽപ്പ് എല്ലാം സ്വീകരിക്കുകയും ചെയ്യും. ഹെൽപ്പ് സ്വീകരിക്കുകയും നല്ല രീതിയിൽ അവരുമായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയും ചെയ്യും. പക്ഷേ കുറച്ച് കാലം അങ്ങോട്ട് കഴിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവർ നമ്മളെ ഡോമിനേറ്റ് ചെയ്യാൻ തുടങ്ങും. ഡോമിനേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. അത് അവരുടെ ആഗ്രഹത്തിനൊത്ത് സഞ്ചരിക്കുക, അവർ പറയുന്നത് കേൾക്കണം, അതുപോലെയുള്ള പല കാര്യങ്ങൾ അവർ നമ്മളോട് ആവശ്യപ്പെടും. അങ്ങനെ അപ്പോൾ നമ്മൾ ആദ്യമെല്ലാം അത് ചെയ്യും. പക്ഷെ പിന്നീടായി വരുമ്പോൾ നമ്മൾക്ക് ആ ടോർച്ചറിങ് സഹിക്ക വയ്യാതെ വരും. അപ്പോൾ ഈ ടോർച്ചറിങ് സഹിക്ക വയ്യാതെ വരുന്ന സാഹചര്യത്തിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ വ്യക്തി നമ്മളെ ഡോമിനേറ്റ് ചെയ്യുകയാണ് എന്നുള്ളത്. നമ്മുടെ ഫാമിലിയിൽ ടോക്സിക് പേഴ്സൺ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫാമിലിയിലുള്ള ടോക്സിക് പേഴ്സൺ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. കാരണം അവരെ നമ്മൾ എന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസിലും അവരുണ്ട്. അപ്പോൾ ചെയ്യേണ്ടതായ കാര്യം, ഈ ടോക്സിക് പേഴ്സൺ നമ്മളുടെ സമീപത്തുണ്ട്, അയാളൊരു ടോക്സിക് പേഴ്സൺ ആണ് നമ്മൾ അവെയർ ചെയ്യുക, നമ്മൾ മനസ്സിലാക്കിയിട്ട് അവരെയും കൂടെ കൂട്ടിയിട്ട് അവരുടെ കാഴ്ചപ്പാടുകളെ നമ്മൾ ഉൾക്കൊള്ളാൻ നമ്മൾ ശ്രമിക്കരുത്. പകരം അവരോട് സംസാരിക്കുക, നല്ല രീതിയിൽ അവരോട് പെരുമാറുക, അവരെ സ്നേഹിക്കുക, കെയർ ചെയ്യുക, എല്ലാം ചെയ്യണം. പക്ഷെ അവർ പറയുന്ന ഒരു കാര്യങ്ങളും നമ്മൾ ഉൾക്കൊള്ളരുത്, അവരെ അംഗീകരിക്കാൻ തയ്യാറാകരുത്. ഒരു കാര്യം അവർ നമ്മളോട് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അംഗീകരിക്കുമെന്ന രീതിയിൽ നിന്നേക്കുക. പക്ഷെ നമ്മളത് ഒരിക്കലും അംഗീകരിക്കരുത്. കാരണം അയാൾ ഒരു ടോക്സിക് പേഴ്സൺ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം നമുക്ക് ഭൂമിയിലുള്ള ലൈഫ് നമ്മൾക്ക് എൻജോയ് ചെയ്യേണ്ടതും നമ്മളുടെ രീതിയിൽ ജീവിക്കേണ്ടതാണ്. വേറൊരാൾ നമ്മളെ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നാൽ ആ ലൈഫിന് എന്താണ് അർത്ഥം? അപ്പോൾ അതുകൊണ്ട് അയാൾ ഒരു ടോക്സിക് പേഴ്സൺ ആണ് എന്ന് മനസ്സിലാക്കിയിട്ട് അയാൾ പറയുന്ന കാര്യങ്ങൾ കേട്ടതായിട്ട് അഭിനയിച്ചുകൊണ്ട് അയാളെ കൂടെ നിർത്തുക. പക്ഷെ അയാൾ പറയുന്ന ഒരു കാര്യങ്ങൾ പോലും നമ്മുടെ ലൈഫിലേക്ക് പ്രാവർത്തികമാക്കാനോ അയാളെ അംഗീകരിക്കാനോ മനസ്സുകൊണ്ട് നമ്മൾ തയ്യാറാകരുത്. അയാളെ കാണുക, സംസാരിക്കുക, നമ്മുടെ ചില സ്നേഹവും കെയറൊക്കെ അയാൾക്ക് കൊടുക്കുക എന്നുള്ളതുമാണ് ചെയ്യേണ്ടത്. അപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം, ടോക്സിക് പേഴ്സൺ ആരാണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. പതിയെയാണ് മനസ്സിലാക്കുള്ളൂ. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പതിയെ റിലീസ് ആവാനായിട്ട് ശ്രമിക്കുക. ടോക്സിക് പേഴ്സൺ എന്നുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ടോക്സിക് റിലേഷൻഷിപ്പ് എന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.